അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, റജിനാസ് ചെന്നൈയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയെക്കുറിച്ചുള്ളൊരു ക്ലാസ്സാണ്. ചടയമംഗലം കൃഷിഭവൻ്റെ അടുത്തുള്ള മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണം. ഇതാണ് നമ്മുടെ ചടയമംഗലം മണ്ണ് ഗവേഷണ കേന്ദ്രം. അതിൻ്റെ ചുറ്റുവട്ടം ഇതൊക്കെയാണ്. ഇതിനുള്ളിൽ വെച്ചായിരുന്നു ക്ലാസ്. IWDMKയുടെ ആദ്യത്തെ ക്ലാസ്സാണ് ഈ വർഷത്തെ. അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 5 ജില്ലകളിൽ നിന്നുള്ളവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർക്കും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ കർഷകരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കർഷകർ എന്ന് പറയുമ്പോൾ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ വരെ ആയിരുന്നു ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇതിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത് കുട്ടനാട്, കോട്ടയം ഇവിടെ നിന്നുള്ളവരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം താമസ സൗകര്യം, ഭക്ഷണം ഇതെല്ലാം സർക്കാർ വകയായിരുന്നു. നമുക്കും അതുപോലെ തന്നെയാണ്. നമുക്ക് പിന്നെ അടുത്തായതുകൊണ്ട് വീട്ടിൽ പോകാമായിരുന്നു. ഇതിൽ പങ്കെടുക്കാനായി എത്തിയവർ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകുവാൻ. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിൽ തന്നെയാണ് താമസത്തിനായിട്ടുള്ള റൂമും അതുപോലെ തന്നെ ആഹാരത്തിനായിട്ടുള്ള കിച്ചൺ സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു കെട്ടിടമാണ്. ഇത് ചടയമംഗലം മണ്ണ് ഗവേഷണ കേന്ദ്രമാണ്. ഈ കെട്ടിടത്തെക്കുറിച്ച് ഇവിടെ തന്നെ ഉള്ളവർക്ക് തന്നെ അധികം ഇതിനുൾവശത്തെ കാര്യങ്ങളൊന്നും അറിയുകയില്ല. ഞാനും ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൃഷിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വന്നപ്പോൾ മുതലാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴിവിടെ വന്നവരൊക്കെ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേനയും ബുക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ഒരു ബയോഡേറ്റയും ഒക്കെ കൊടുത്താണ് ഉള്ളിലേക്ക് വിടുന്നത്. അപ്പോൾ ഇതായിരുന്നു കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ളിലേക്ക് 2 വശത്തുകൂടെയും ആൾക്കാർക്ക് മുകളിലേക്ക് കയറി പോകാൻ സൗകര്യമുണ്ട്. ഇന്ന് നടക്കുന്ന ക്ലാസ്സിൻ്റെ ചുരുങ്ങിയൊരു വിശദീകരണമാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. 2 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. ആദ്യ ദിവസം ശിവകുമാർ സാറാണ് ക്ലാസ് എടുത്തിരുന്നത്. രണ്ടാമത്തെ ദിവസം എടുത്തത് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ആദ്യ ദിവസത്തെ ക്ലാസ് സംയോജിത കൃഷിയെക്കുറിച്ചുള്ളതായിരുന്നു. രണ്ടാമത്തെ ദിവസം മണ്ണ് സംരക്ഷണമായിരുന്നു. രണ്ടും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആദ്യ ദിവസത്തെ ക്ലാസ്സിൽ ഇവർ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ള വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെയൊന്ന് കണ്ടു നോക്കണം. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇതുപോലൊരു മീൻകുളം ഈ കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഉണ്ട്. ഇതിൽ നിറയെ മീനുകളും ഒക്കെ ഉണ്ട്. ഈ കുളത്തിനെ റൗണ്ട് ചെയ്താണ് ഈ ഒരു കെട്ടിടം നിൽക്കുന്നത്. ഇതുപോലെയാണ്. ക്ലാസ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കുമാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞൊരു 11:30 ആയപ്പോഴേക്കും ചായ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 1:30 ആയപ്പോൾ ഊണ്. അത് കഴിഞ്ഞ് 2 മണിയോടുകൂടി നമ്മൾ ഫാമൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോഴതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും കണ്ടു നോക്കണം. അത് കഴിഞ്ഞ് ജഡായുപ്പാറ സന്ദർശിക്കുന്നവർക്ക്, അധികം ദൂരെ നിന്ന് വന്നവർക്ക് അവിടെയും കാണാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴിവിടെ വരെ വന്ന് ഇനി ഇതിന് മുകളിലേക്കുള്ള നിലയിലാണ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. ഈ ഒരു കെട്ടിടം കോട്ട പോലെയുള്ളതാണ്. അപ്പോൾ ഈ ചടയമംഗലത്ത് തന്നെ ഉള്ളവർക്ക് ഇതിന് ഉൾവശം അറിയുകയില്ല. ഇവിടുത്തെ ക്ലാസ്സിൽ മണ്ണ്, ജലം, കൃഷി ഇതൊക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കൂടി കയറുകയാണെങ്കിൽ നമ്മൾ മുകളിലത്തെ നിലയിലെത്തും. അപ്പോഴതിനരികിലായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് നടക്കുന്ന ഹോളുണ്ടാകും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലാസ് നടക്കുന്ന ഹോളിലേക്ക് പോവുകയാണ്. ഇതാണ് ആ ഹോള്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കണം. അപ്പോഴേ ഇതിനുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ.
കാണുന്നില്ല. സാധാരണ ഈ പ്രാവശ്യം ആദ്യമാണ് എനിക്ക് തോന്നുന്നു 10 മണിയായപ്പോൾ തന്നെ ഇത്രയും പേര്, ഇന്ന് മഴയായിട്ടൂടെ ഇത്രയും പേര് സമയത്ത് ഇത്രയും. അപ്പം ആ ഒരു രീതിയിൽ ഇന്ററാക്റ്റീവ് മോഡിലാണ് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാനും അല്ലെങ്കിൽ അറിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ സമഗ്രമായിട്ട് വിശദീകരിക്കാനും എനിക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചില പ്രത്യേക ഹോർമോണുകൾ ഉണ്ടാക്കുന്നത് ഈ ലൈറ്റ് കിട്ടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കോഴി അടച്ചിട്ട് വളർത്താന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടിനകത്ത് ഈ വെട്ടം ചില സാധനങ്ങൾ കൊണ്ട് വളർത്തില്ല. അതിനാണ് ഏകദേശം ഒരേണക്കൊക്കെ ഇരിക്കും. ഇതാണ് കരിങ്കാപ്രാവ്. ഇതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രീഡാണ്. ഗ്രാമ ഫ്രീ ഏകദേശം ഒരേണക്കിരിക്കും. അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അത് ഈ നല്ല രീതിയിൽ ഇറച്ചി അതെന്താ കാര്യം പണ്ടാണെങ്കിൽ ഒരു 10-15 മുട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആള്